ഉണ്ടാക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ളവരെ ശ്രദ്ധയോടെ കാത്തിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാനൊരു പള്ളിയിലെ ഖത്തീബാണ്. ഞാൻ പള്ളിയിലെ ഖത്തീബാകുമ്പോൾ എന്റെ പ്രസംഗത്തെക്കാൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്റെ ജീവിതവും നിലപാടുമായിരിക്കും. ഞാൻ മുജാഹിദിന്റെ സ്റ്റേജിൽ പോയി അവരുടെ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇക്കാലം അത്രയും എന്റെ മഹല്ല് നിവാസികൾക്ക് മുജാഹിദ് വിഭാഗത്തോടുണ്ടായിരുന്ന അറപ്പും വെറുപ്പും മാറും. അവർ പറയും, പള്ളിയിലെ ഉസ്താദ് പങ്കെടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് അവരുടെ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ നമ്മൾ ഭയപ്പാടോട് കൂടെ പറയുന്നത് ചെയ്തു പോവല്ലേ എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്ന വസ്തുതയുണ്ട്. പാണക്കാട് കുടുംബത്തെ ബ്രാൻഡ് അംബാസഡർമാരായി ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം കാണുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കാർ കാണുന്നു, തബ്ലീഗ് ജമാഅത്ത് കാണുന്നു. വളരെ ഗൗരവത്തെ ചിന്തിക്കേണ്ട വിഷയമാകുന്നു. മുജാഹിദ് പ്രസ്ഥാനം അവരുടെ നേതാവിനെ കുറിച്ച് പുസ്തകം എഴുതുന്നു. പ്രകാശനം ചെയ്യേണ്ടതാരാ? പാണക്കാട് തങ്ങൾ ചെയ്യണം. ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ സക്കാത്ത് ഫണ്ടിലേക്ക് കാശ് കിട്ടണം. ആര് ആഹ്വാനം ചെയ്യണം? പാണക്കാട് തങ്ങൾ ചെയ്യണം. തബ്ലീഗ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളി ഉദ്ഘാടനം ചെയ്യണം. അവിടെ പ്രോഗ്രാം ഉദ്ഘാടനം ആര് വരണം? പാണക്കാട് തങ്ങൾ വരണം. ഇത് അപകടകരമാണ്. ഇത് അപകടകരമാണ്. ഉമ്മത്ത് വഴിപ്പിക്കാൻ കാരണമാകും. അന്നേരം ഞാൻ എന്റെ ഗ്രിപ്പും ഞാൻ എന്റെ അംഗീകാരവും നോക്കിന്നാൽ ഈ ഉമ്മത്ത് വിദഗ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ റബ്ബിന്റെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. കാരണം ഒരുപാട് ആളുകൾ ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയം മുതൽ എന്റെ പഠനത്തിന് വേണ്ടി സഹായിച്ച എന്റെ നാട്ടുകാരുണ്ട്. ഞാൻ പഠിച്ച ദർസിന് സംഭാവന ചെയ്ത ആളുകളുണ്ട്. എന്നെ ഉസ്താദെ എന്ന് ആദരപൂർവ്വം വിളിക്കുന്ന ആളുകളുണ്ട്. അവർക്കും ആഗ്രഹിക്കുന്നത് ഞാൻ സുന്നിയാണ് എന്ന വിചാരത്താലാണ്. ആ സുന്നിക്ക് ക്ഷതമേൽക്കുമ്പോൾ ഞാൻ സുരക്ഷിതനായി നിൽക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന് പോയിട്ട് ഒരു മനുഷ്യന് പോലും അഭികാമ്യമല്ല. തുറന്നു പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയുക എന്നതാണ് പണ്ഡിത ദൗത്യം. അവരോട് കൂടെ ചേർന്ന് നിൽക്കുക എന്നതാകുന്നു ഉമറാക്കളുടെ ദൗത്യം. ഇതില്ലാതിരുന്നാൽ ഈ ഉമ്മത്ത് തകർന്നു പോകും. പിന്നീട് നമ്മൾ ഭയപ്പെട്ടിട്ട് കാര്യമുണ്ടാവില്ല.